വെൽക്കം ടു തെരേസ. ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാല്യൂ ആഡഡ് മെറ്റീരിയൽ ആണ്. അതായത് ടെസ സിൽക്ക്. നമ്മൾ പറയുന്നത് ഇത് സൂറത്ത് ടസർ എന്നാണ്. ഹെവിയാണ് മെറ്റീരിയൽ. ഹെവി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അല്ല ഹെവി, മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഹെവി എന്ന് അവർ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. സൂറത്ത് ടസർ എന്നാണ് ഇത് പറയാം. അത്ര ഇത് കണ്ടോ, കുറച്ച് ഫ്ലോയിയാണ്, നമുക്ക് ആ ഒരു ഇത് കാണുമ്പോൾ അറിയാം. ഇതിലേക്ക് നമ്മൾ ഇത് റണ്ണിങ് സ്റ്റിച്ചസ് ആണ്. ആക്ച്വലി പെട്ടെന്ന് കണ്ടാൽ നമുക്ക് കാന്ത വർക്ക് ആയിട്ടേ തോന്നുള്ളൂ കേട്ടോ. ഇത് ഓരോ ഡിസൈനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ ഒരു നല്ല സാരിക്കും സൽവാറിന്, അല്ലെങ്കിൽ ഇതിപ്പോൾ ബ്ലൗസ് നമ്മൾ ഇതുപോലെ ഫുൾ കാത്ത വർക്കിൻ്റെ ബ്ലൗസ് ഇട്ടിട്ട് ഒരു പ്ലെയിൻ സാരി ആയിട്ട് കൊടുത്താലും നല്ല ഭംഗിയുള്ള ഒരു പീസാണ് ഈ കാണുന്നത്. അപ്പോൾ കളർ ചേഞ്ചസ് കഴിഞ്ഞ പ്രാവശ്യം ഇത് കൗണ്ടറിൽ വന്നപ്പം ജസ്റ്റ് ഒരു ടിഷ്യൂ നാച്ചുറൽ ഷെയ്ഡ്, ടിഷ്യൂ പോട്ടെ, ടെസ സിൽക്കിൻ്റെ നാച്ചുറൽ ഷെയ്ഡിലാണ് ഈ കാത്ത വർക്ക് വന്നപ്പം അത് 2-3 പ്രാവശ്യം ആട്ടോ നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഗ്രേ ഷെയ്ഡ്, ഒരു ആരോ റൂട്ട് ഷെയ്ഡ്, ബ്ലാക്കിൽ, പിന്നെ യെസ് ഓഫ് കോഴ്സ് നമ്മുടെ മാസ്റ്റർ പീസ് വൈറ്റ്സിലുമാണ് ഈ പ്രാവശ്യം ഇത് ചെയ്തു വന്നിരിക്കുന്നത്. ഇത് ഗ്രൂപ്പായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെഡ്ഡിങ്ങിന് ചെയ്തത്. ആ ഗ്രൂപ്പായിട്ട് ആ സാരി ഉടുത്തിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും നന്നായിട്ട് പോകുമായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ പൈപ്പിംഗ് മാത്രമാണ് സാരിയുടെ എൻഡിൽ നമ്മൾ ചെയ്തത്. ഇത് സാരി ആയിട്ടും പോയതാണ്. അപ്പം അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു പീസാണ്. കാരണം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇത് കിട്ടിയാലും ഇപ്പം സാരി ഇട്ട് കൊടുത്താൽ പിന്നീട് അത് സൽവാറായിട്ടോ ഡ്രസ്സസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. താങ്ക് യു.